ഹലോ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ടു സിംപ്ലി യു ക്യാൻ. അപ്പോൾ ഇന്ന് പെയിൻറ്റ് ബോട്ടിൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു ക്രിസ്മസ് ക്രാഫ്റ്റാണ് കേട്ടോ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ നിങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ ഞാൻ ഇതുപോലെ ഒരു പെയിൻറ്റ് ബോട്ടിൽ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് റെഡ് കളർ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ആ ബോട്ടിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ബോട്ടിൽ എത്രയാണോ ആ സൈസിനനുസരിച്ച് പേപ്പർ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാൻ ആ ബോട്ടിൽ മുഴുവനായിട്ട് കളർ പേപ്പർ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ക്രിസ്മസ് ഹൗസാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇനി അതിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു ഡോറിൻ്റെ ഷേപ്പും അതുപോലെ 2 വിൻഡോൻ്റെ ഷേപ്പും കൂടെ വൈറ്റ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതും കൂടെ ആ ബോട്ടിലിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഇനി അതിൻ്റെ കൂരയായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് തിന്നായിട്ടുള്ള കാർഡ്ബോർഡ് ഷീറ്റ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് ഒരു സൈഡ് കട്ട് ചെയ്തിട്ട് കുറച്ചൊരു ഭാഗം ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ബോട്ടിലിൻ്റെ സൈസ് അനുസരിച്ച് വേണം നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റാൻ. എന്നിട്ട് അതൊരു കൂരേൻ്റെ ഷേപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതാ ഞാനതങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അത് ആ ബോട്ടിലിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ മിനിയേച്ചർ വീട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ ബേസ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ തെർമോക്കോൾ പീസാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ആ വീട്ടിലേക്കുള്ള വഴിയായിട്ട് ആ തെർമോക്കോൾ ഷീറ്റിൽ ഞാനിങ്ങനെ ഒരു വഴി പോലെ വരച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഗ്ലൂ ഗണ്ണിൻ്റെ ടിപ്പ് വെച്ച് വരക്കുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് തന്നെ വരച്ചു കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ആ വരയ്ക്കുന്ന ഭാഗം നല്ല നീറ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ചെറുതായിട്ട് അത് വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ വീട് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സൈഡിൽ അതിൻ്റെ റൗണ്ട് ഷേപ്പിലൊന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൽ ബോട്ടിലിൻ്റെ ക്യാപ്പ് ഒട്ടിച്ചിട്ട് അതിൻ്റെ മുകളിലായിട്ടാണ് ഈ വീട് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ അങ്ങനെ വീട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ വഴീൻ്റെ 2 സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കോട്ടൺ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കോട്ടൺ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു മഞ്ഞ് വീണ് കിടക്കുന്ന ആ ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു പീസ് ഈർക്കിളിയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതിനെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറൊരു പീസ് ഈർക്കിളി എടുത്തിട്ട് അതിൻ്റെ സെൻറ്ററിലും ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ വീടും അതിനുള്ള മതിലുകളും ഒക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി അതിലൊരു ചെറിയ ക്രിസ്മസ് ട്രീ കൂടെ ഉണ്ടാക്കി വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അതൊരു ഈർക്കിളിയിൽ ഒന്ന് വെച്ചിട്ട് ഒരു മരത്തിൻ്റെ ഷേപ്പാക്കി എടുത്തിട്ടുണ്ട്. ഇനി അതിൽ കത്രിക ഉപയോഗിച്ചിട്ട് ഇതുപോലെയും കൂടെ ഒന്നിങ്ങനെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി അതിനെ ഡാർക്ക് ഗ്രീൻ വെച്ച് ഒന്ന് കളർ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ട് ഡ്രൈ ആയതിന് ശേഷം ആ തെർമോക്കോൾ ഷീറ്റിൽ വെച്ച് കൊടുക്കാം. ഇനി ആ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് ചെടികളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചെറിയ ആർട്ടിഫിഷ്യൽ ലീവ്സാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. എന്നിട്ട് 2-3 ലീവ്സ് ഒരുമിച്ച് വെച്ച് ഒട്ടിച്ച് അതിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ചെടികളും അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലൊക്കെ മഞ്ഞ് വീണ് കിടക്കുന്ന പോലെ തോന്നാൻ വേണ്ടിയിട്ട് കുറച്ച് വൈറ്റ് തെർമോക്കോൾ ബോൾസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് എല്ലാ സൈഡിലും ഒന്നിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ചെടികളെ മുകളിലായിട്ടും പിന്നെ ആ വേലീൻ്റെ ഒക്കെ മുകളിലായിട്ട് ചെറിയ ഓരോ പീസ് തെർമോക്കോൾ ബോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീടിൻ്റെ കൂരയിൽ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് കുറച്ച് കോട്ടണും കൂടെ ഒന്ന് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ. അപ്പോൾ ചെറിയ കുട്ടികൾക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒരു അടിപൊളി മിനിയേച്ചർ ക്രിസ്മസ് ഹൗസാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇതുപോലെ കുറച്ച് വലിയൊരു ക്രിസ്മസ് ഹൗസ് നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഒരുപാട് ക്രിസ്മസ് ക്രാഫ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. സ്റ്റാർ, ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഈസി ആയിട്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലത്തെ ക്രിസ്മസ് ട്രീ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് പിക്ചേഴ്സൊക്കെ വാട്സപ്പ് വഴി സെൻഡ് ചെയ്ത് തന്നാൽ മതി. വാട്സപ്പ് നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ ഒരു അടിപൊളി ക്രാഫ്റ്റുമായിട്ട് വരാം. താങ്ക്